യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ഫേസ്ബുക്കിൽ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മധ്യയായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാലം ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞൊരു ദിനവും ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ നമ്മെ മറച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിൻ്റെ കരുതനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നാം ചിന്തിക്കാത്ത രീതിയിൽ ഓരോ നിമിഷവും ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്നു. ആ ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം. ഈ പൽക്കാലം ദൈവിക വിടുതലുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ പകയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പാകെ, സ്തോത്രം, നിങ്ങളെ ദൈവം അവരുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് നിർത്തുവാനായിട്ട് ഇടയെത്തീരും. അതേ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ പകയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്ക് ദൈവീയ കരുതലുമായി ദൈവം നിങ്ങളെ നിർത്തും. ആമേ. സ്തോത്രം. ഇന്ന് ചില വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ചിലരുടെ വാക്ക് നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില വേദനകൾ കടന്നു വന്ന് കാണും. പക്ഷേ ഈ പൽക്കാലം പ്രിയ ദൈവവേദനയെ, സ്തോത്രം, നിങ്ങൾ ആര് വേദനിപ്പിച്ചോ, നിങ്ങൾ ആര് പകച്ചോ, അവരുടെ മുമ്പാകെ അവരുടെ കരുതനായിട്ട് ദൈവം നിങ്ങളെ നിർത്തുവാനായിട്ട് ഇടയെത്തരും. ഒരു ദൈവിക കരുതൽ, ഹല്ലേലൂയ, നിങ്ങളെ കൂടി ചിലർ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മധ്യേ, നിങ്ങളെ ദൂഷിക്കുന്നവരുടെ മധ്യേ, സ്തോത്രം. ഹല്ലേലൂയ. അതേ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു: എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ജോസഫ് തൻ്റെ സഹോദരങ്ങളടുത്ത് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന. സ്തോത്രം. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പാകെ അയച്ചതാകുന്നു. സ്തോത്ര. ഒരു കരുതൻ്റെ കരവുമായിട്ട്, സ്തോത്രം, ജോസഫിനെ, ഹല്ലേലൂയ, ദൈവം, സ്തോത്രം, അവർക്ക് മുമ്പായിട്ട് മിസ്രൈമിൽ അയച്ചതാകുന്നു എന്നത്രേ. സ്തോത്രം. ജോസഫ് തൻ്റെ സഹോദരനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ജോസഫ് തൻ്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതിൻ്റെ 37-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ജോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു: അപ്പൻ എല്ലാവരേക്കാളും അധികം ജോസഫിനെ സ്നേഹിച്ചത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്ത്, സ്തോത്രം, അവനോട് പക ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു നീരസം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്ന. സ്തോത്രം. അതിൻ്റെ കൂടെ താൻ ഒരു സ്വപ്നം കൂടെ കണ്ടു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അവനെ പകയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവനെ, സ്തോത്രം, ഹല്ലേലൂയ. അത് മാത്രമല്ല, അടുത്ത് കാണുവാൻ സാധിക്കുന്നു, 8-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ആ സ്വപ്നം അവരോട് പറഞ്ഞത് മുഖാന്തരമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നം നിമിത്തം, അവൻ്റെ വാക്ക് നിമിത്തം അവനെ പിന്നെയും അധികം ദേഷിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. സ്തോത്ര. അതെ, ആരുടെ സ്വപ്നം നിമിത്തമായിട്ട്, ആരുടെ വാക്ക് നിമിത്തമായിട്ട്? ജോസഫിൻ്റെ വാക്ക് നിമിത്തമായിട്ട്, ജോസഫിൻ്റെ സ്വപ്നം നിമിത്തമായിട്ട് എന്ത് ചെയ്തു? താൻ അധികം വേദന അനുഭവിക്കേണ്ടി വന്നു. തൻ്റെ സഹോദരന്മാർ അധികം ദേഷിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. അത് മാത്രമല്ല, 10-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, തൻ്റെ അപ്പനോടും അമ്മയോടും പറയുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്
എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുവാനായിട്ട് ഇടയെത്തി. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പകയും ശാസനയും സ്തോത്രം ദേഷ്യമൊക്കെ സമ്പാദിച്ച ഒരു ജോസഫിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ത് നിമിത്തമായിട്ട്? തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സ്വപ്ന നിമിത്തമായിട്ട് സ്തോത്രം. മറ്റ് സഹോദരന്മാർക്ക് ലഭിക്കാത്ത, കൂടെ മറ്റ് സഹോദരന്മാർ ഉണ്ട് സ്തോത്രം, എന്നാൽ അവർക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഒരു ദൈവിക സ്വപ്നം കണ്ടതിൻ്റെ ഫലമായിട്ട് സ്തോത്രം പകയും നിന്നയും വേദനയൊക്കെയും അനുഭവിക്കേണ്ടി വന്നു സഹോദരങ്ങളാൽ പിതാവിനെ സ്തോത്രം. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു 45-ാം അധ്യായത്തിലേക്ക് നാം വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്ന അവർക്കൊക്കെയും എന്ത് ചെയ്യുന്നു? ജീവരക്ഷയ്ക്കായിട്ട് സ്തോത്രം ജോസഫിനെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം, നിന്റെ വാക്ക് നിമിത്തമായിട്ട്, നീ കണ്ട സ്വപ്നം നിമിത്തമായിട്ട് നീ മറ്റുള്ളവരോട് പറയുമ്പോൾ സ്തോത്രം ചില സാഹസങ്ങൾ കടന്നു വന്നിരിക്കാം, ചില പകകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം, ചില വെറുപ്പുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം സ്തോത്രം. പക്ഷേ നീ ഭാരപ്പെടാതെ നീ പൽക്കൽ ഉറച്ചു നിൽക്കുക സ്തോത്രം. ഹല്ലേലൂയ. അതേ ജോസഫ് ഇത് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ, തന്നോട് പറഞ്ഞ സ്വപ്നം ഇതാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ, തൻ്റെ ജീവിതത്തിനകത്ത് വേദനയാ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. അണച്ചു നിർത്തേണ്ട സഹോദരങ്ങൾ, കൂടെ നിർത്തേണ്ട ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന പിതാവിൽ നിന്ന് വരെയും സ്തോത്രം തനിക്ക് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു സ്തോത്രം. ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് സ്തോത്രം മറ്റ് സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത സ്തോത്രം, കൂടെ ഉള്ളവർക്ക് ലഭിക്കാത്ത ഒരു കാര്യം ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം നീ ചില വേദന കൂടി കടന്നു പോകേണ്ടി വരും. നിന്നെ അണച്ചു നിർത്തേണ്ടവർ മാറ്റി നിർത്തും. നീ ചില ശാസനകൾ കേൾക്കേണ്ടി വരും. പക്ഷേ സ്തോത്രം അവിടെ കൊണ്ട് തീർക്കുന്ന ഒരു ദൈവമല്ല. നിന്നോട് സ്വപ്നം കൈമാറിയ, നിന്നോട് അരുളപ്പാട് ചെയ്ത ആ ഒരു അനുഭവത്തിലേക്ക്, ആ വാഗ്ദത്തത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം. ഒരു പൊട്ടക്കിണർ കൊണ്ട് തീരുന്നതല്ല സ്തോത്രം നിന്റെ സ്വപ്ന, ഒരു കാരാഗ്രഹം കൊണ്ട് തീരുന്നതല്ല നിന്റെ മേലുള്ള സ്വപ്ന. നിന്റെ സ്വപ്നം എന്താ സ്തോത്രം? ഹല്ലേലൂയ. ചിലരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നിന്നെയാ നിന്റെ കുടുംബത്തിനകത്ത് കണ്ടിട്ടുള്ള സ്തോത്രം. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നില്ലേ സ്തോത്രം? ആർക്കുമില്ലാത്ത കഷ്ടത എന്ത് എൻ്റെ ജീവിതത്തിൽ, ആർക്കുമില്ലാത്ത വേദന എന്താ എൻ്റെ ജീവിതത്തിൽ, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ എന്താ സ്തോത്രം? എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അണച്ചു നിർത്തുന്നില്ലല്ലോ എന്നൊക്കെ നീ നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, അല്പസമയം നിന്നെ മറ്റുള്ളവർ ദേഷിച്ചത്, മറ്റുള്ളവർ പകച്ചത്, മറ്റുള്ളവർ മാറ്റി നിർത്തിയത് സ്തോത്രം അവരെ നിന്റെ മുമ്പാകെ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ കാണേണ്ടതിനായിട്ട് ദൈവത്തിന് നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതി അവരുടെ നിന്നിൽ കൂടി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. 45-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹവും അത് കേട്ടു സ്തോത്രം. എന്തേ കരഞ്ഞത് സ്തോത്രം? ഹല്ലേലൂയ. തന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിട്ട് തന്റെ സഹോദരങ്ങൾ സ്തോത്രം തന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ പോലും കഴിഞ്ഞില്ല സ്തോത്രം. തങ്ങൾ വിറ്റുകളഞ്ഞ സ്തോത്രം. ഹല്ലേലൂയ. മിസ്രയീമിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞ സ്തോത്രം. ജോസഫാണ് നിൽക്കുന്നതെന്ന് പോലും ആളറിയാൻ പറ്റാത്ത രീതി സ്തോത്രം എന്റെ ദൈവം ജോസഫിന്റെ ജീവിതത്തെ മാറ്റിയിരുന്നു സ്തോത്രം. അതേ പ്രിയ ദൈവ പൈതലേ, നിന്നെ കൂടെയും പരിഹാസത്തിൽ കൂടെയും വേദനയിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുമ്പോൾ, ദൈവത്തിന്റെ പദവികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുമ്പോൾ നിന്നെ പകച്ചവർക്ക് മനസ്സിലാകാൻ കഴിയത്തില്ല, നിന്നെ ശാസിച്ചവർക്ക് മനസ്സിലാകുവാൻ കഴിയത്തില്ല, നിന്നെ വേദനിപ്പിച്ചവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലായിരിക്കും സ്തോത്രം. ഹല്ലേലൂയ. ജോസഫ് തന്നെ തന്റെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടി വരുന്നു സ്തോത്രം. തനിക്ക് സന്തോഷം സങ്കടമൊക്കെ ഒതുക്കാൻ പറ്റാതെ താൻ പൊട്ടിക്കരയുന്ന ഒരു അനുഭവത്തെ കണ്ടു സ്തോത്രം. ജോസഫിന് വേണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം സ്തോത്രം. തന്നെ ഇതിലേക്ക് വേദനിപ്പിച്ച സഹോദരങ്ങളാണ് തന്റെ മുമ്പാകെ നിൽക്കുന്നത്. തനിക്ക് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരങ്ങൾക്ക് എന്തും വരുത്താം. പക്ഷേ അതല്ല ചെയ്തത് സ്തോത്രം. ദൈവം സർവശക്തനായ ദൈവത്തിന്റെ സ്തോത്രം പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോ, തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ ദൈവം നിറവേറ്റിയത് കണ്ടു കഴിഞ്ഞപ്പോൾ, തൻ്റെ സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് മൗനമായിട്ട് ഇരിക്കുവാൻ കഴിഞ്ഞില്ല. താൻ പൊട്ടിക്കരയുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. ഹല്ലേലൂയ. താൻ ഉച്ചത്തിൽ കരഞ്ഞു എന്നാ കാണുവാൻ സാധിക്കുന്ന സ്തോത്രം. മാത്രമല്ല കാണുവാൻ സാധിക്കുന്നു, എൻ്റെ 3-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ജോസഫ് സഹോദരന്മാരോട് ഞാൻ ജോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ മുട്ടിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം.
ജോസഫ് പറഞ്ഞ വാക്കു നിമിത്തം, സ്വപ്നം നിമിത്തം സാഹസിച്ച സഹോദരങ്ങൾക്ക് ജോസഫിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ തങ്ങളുടെ വാക്കുകൾ മുട്ടിപ്പോകത്തക്ക രീതിയിൽ ഭ്രമിച്ചു പോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ചിലരുടെ മുമ്പാകെ സ്തോത്രം, അല്ലെങ്കിൽ ചിലർക്ക് നിന്നെ കുറിച്ച് കേൾക്കുമ്പോ, നിന്റെ ഉയർച്ച കേൾക്കുമ്പോ, നിന്റെ വിടുതൽ കാണുമ്പോ, നീ നിൽക്കുന്ന പൊസിഷൻ കാണുമ്പോ ചിലർ ഭ്രമിക്കത്തക്ക രീതി സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ ആഴമേറി ഇടപെടൽ എന്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോകിയ സ്തോത്രം ഹല്ലേലൂയ. നീ ചില സ്വപ്നങ്ങൾ കണ്ടല്ലേ, നീ ചില വെളിപ്പാടുകൾ കണ്ടല്ലേ, നീ ചില ദർശനങ്ങൾ കണ്ടല്ലേ, അത് മുഖാന്തരം നീ കൊടുക്കേണ്ടി വന്ന വില ഒത്തിരി വലുതായിരിക്കാം. പക്ഷെ അവിടെ കൊണ്ട് തീർക്കുന്ന ഒരു ദൈവമല്ല, അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല, അവിടെ കൊണ്ട് ചരിത്രത്തെ തീർക്കുന്ന ഒരു ദൈവമല്ല. അടുത്ത പടവുകളിലേക്ക് സ്തോത്രം, അടുത്ത ഉയർച്ച പദവിയിലേക്ക് സ്തോത്രം നിന്നെ എത്തിക്കുന്ന ഒരു സമയമുണ്ട് സ്തോത്രം. അത് നിന്നെ പകച്ചവർ കാണുവാനായിട്ട് ഇടയായി തീരും, അത് നിന്നെ ശാസിച്ചവർ കാണുവാനായിട്ട് ഇടയായി തീരും. അവർ ഭ്രമിച്ചു നിൽക്കത്തക്ക രീതിയിൽ, അവരുടെ വാക്കുകൾ മുട്ടിപ്പോകത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ, നിന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ അടുവിൽ സ്തോത്രം നീ ഒത്തിരി വേദനിച്ചില്ലേ സ്തോത്രം. ഞാൻ കണ്ട സ്വപ്നം മറ്റൊന്നാ, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതൊക്കെയാണല്ലോ സംഭവിച്ചത്. ഞാൻ കണ്ടത് ദൈവശബ്ദമാണോ സ്തോത്രം, ഞാൻ കേട്ട ദൈവശബ്ദമാണോ, ദൈവിക അരുളപ്പാടാണോ ഞാൻ കേട്ടത്? പല ചിന്തകളിൽ കൂടി നീ കടന്നുപോയ വ്യക്തി ആയിരിക്കാം സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് നിന്ന് പല സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോ, എല്ലാവരും ഒറ്റപ്പെടലുകൾ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ സ്തോത്രം. പ്രിയ ദൈവ പൈതലേ സ്തോത്രം, അതേ ദൈവം നിന്നെ നിന്റെ ഭവനത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട്, നിന്റെ കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് ഒരു കരുതലുമായി നിർത്തുവാൻ ദൈവം നിന്നെ കണ്ടിട്ടുള്ള സ്തോത്രം ഹല്ലേലൂയ. അതാ മറ്റാർക്കും കൊടുക്കാത്ത ചിലത് കർത്താവ് നിന്റെ മേൽ പകർന്നു തന്നത് സ്തോത്രം. നീ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോയാലും നീ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ദൈവം ഒരു പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവം എല്ലാം കൈമാറത്തില്ല സ്തോത്രം, എല്ലാവരോടും ദൈവം ഇടപെടുകയില്ല സ്തോത്രം. പക്ഷെ നിന്റെ ഭവനത്തിനകത്ത് നീ ആർക്കും ലഭിക്കാത്ത ഒന്ന് ലഭിച്ചുവെങ്കിൽ നീ ആയിരിക്കും ചിലപ്പോൾ ദൈവഭാഗത്തേക്ക് കടന്നു വന്ന വ്യക്തി സ്തോത്രം. പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്റെ ദൈവം കണ്ടിരിക്കുന്ന സ്തോത്രം നിന്റെ വിടുതലിന് വേണ്ടി മാത്രമല്ല, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല സ്തോത്രം, നിന്റെ പിന്നാലെ സ്തോത്രം ഹല്ലേലൂയ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്, ഒരു ദേശത്തിന്റെ വിടുതനായി, രാജ്യത്തിന്റെ വിടുതനായി സ്തോത്രം ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടത് കൊണ്ടാ ദൈവം നിന്നെ ചിലർത്തുനിന്ന് പറിച്ചു മാറ്റിയത് സ്തോത്രം ഹല്ലേലൂയ. അവിടെ നീ കടന്നു വന്നുവെങ്കിലും നിനക്ക് ചില വേദനകൾ കടന്നു വരേണ്ടി വന്നു കാണും, ചില പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടി വന്നു കാണും. ഭാരപ്പെടേണ്ട സ്തോത്രം ഹല്ലേലൂയ. നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കലും സ്തോത്രം തന്റെ സഹോദരങ്ങൾ വിചാരിച്ച് കാണില്ല ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുമെന്ന് സ്തോത്രം. സ്വപ്നം പറഞ്ഞു, സ്വപ്നം മനസ്സിലായി, പക്ഷേ ഒരിക്കലും സ്തോത്രം നാളെ ഒരു ഈ അനുഭവത്തിൽ സ്തോത്രം തന്റെ സഹോദരന്റെ മുമ്പാകെ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചില്ല. അവർ ചിന്തിക്കാത്തതിനെ സ്തോത്രം നിന്റെ ജീവിതത്തിൽ തന്ന ദൈവം നിറവേറ്റുന്ന ദൈവം അത്രേ സ്തോത്രം. ദൈവമാണ് നിന്റെ ജീവിതത്തിൽ സ്വപ്നം തന്നത്, ദൈവമാണ് നിന്റെ ജീവിതത്തിൽ ദർശനം തന്നുവെങ്കിൽ സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം, അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനത്രേ സ്തോത്രം ഹല്ലേലൂയ. അതിന് ഒരു കാര്യഗ്രഹത്തിൽ ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല, ഒരു പോത്തിഫറിന്റെ ഭവനത്തിൽ ഒതുക്കുവാനായിട്ട് കഴിയില്ല, ഒരു സ്തോത്രം പൊട്ടക്കിണറിന് ഒതുക്കുവാൻ പറ്റത്തില്ല. നീ അതിനകത്തൊക്കെ അകപ്പെട്ടാലും അവിടെ നിന്ന് പൊക്കിയെടുക്കുന്ന ഒരു കരമുണ്ട് സ്തോത്രം. കാരണം എന്താ സ്തോത്രം, നിന്നോട് കിടക്കുന്ന വാഗ്ദത്തം വലുതാ. വലിയ വാഗ്ദത്തങ്ങളെ ചുമക്കുന്ന ദൈവ പൈതലേ, നീ ചിന്തിക്കാത്തതിനപ്പുറമായിട്ട്, നീ നിലയ്ക്കാത്തതിനപ്പുറമായിട്ട് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വലുതെങ്കിൽ നീ ചിന്തിച്ചു കൊള്ളണം. നീ ചിന്തിക്കാത്ത ചില മേഖലയിൽ കൂടി, നീ ചിന്തിക്കാത്ത ചില വേദനയിൽ കൂടി നീ കടന്നു പോകേണ്ടി വരും. പക്ഷെ ആ വേദന കൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല. നിന്റെ മുമ്പാകെ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കരണത്തിന്റെ ടൈമുണ്ട് സ്തോത്രം. അത് വേഗത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരും. അത് ചിലർ കണ്ട് ഭ്രമിക്കുവാനായിട്ട് ഇടയെത്തിരും. അത് കണ്ട് ചിലർ അതിശയിക്കപ്പെടത്തക്ക രീതിയിൽ ഒരു ദൈവീയ പ്രവൃത്തിയെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിരും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ പകയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്ക് എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ഒരു കരുതലുമായിട്ട് ദൈവം നിങ്ങളെ നിർത്തി മാനിക്കുവാനായിട്ട് ഇടയെത്തിരും. ഇവിടെ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്ന സ്തോത്രം. അതേ സ്തോത്രം, ചിലർക്ക് മുമ്പായിട്ട് സ്തോത്രം നീ അനുഭവിച്ച ചില കഷ്ടതകൾ കൂടി കടന്നു പോയത് സ്തോത്രം ദൈവം നിന്നെ അയച്ച
അയച്ചതാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിച്ചവരോട് സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ അത് ചെയ്തത് കൊണ്ടാ ഞാൻ ഇവിടെ എത്തിയതെന്ന് പറയത്തക്ക രീതിയിൽ, ദൈവം നിങ്ങളെ ഉപയോഗിച്ചതാണെന്ന് പറയത്തക്ക രീതിയിൽ ചില വേദനകൾ, ചില വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചില്ലേ? എന്നോട് ഇവർ ഇത് എന്നാലും ഇത് ചെയ്തല്ലോ എന്ന് എവിടെയൊക്കെ ചില നീരസങ്ങൾ കടന്നു വന്നില്ലേ പ്രിയ ദൈവപൈതലേ? ഇല്ല, സ്തോത്രം. നിനക്കെതിരായി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചതാ. കാരണം എന്താ? നീ അവിടെ സ്തോത്രം ശാസന കേട്ടില്ലെങ്കിൽ, അവിടെ നിനക്കെതിരായ പ്രതികൂലങ്ങൾ കടന്നു വന്നില്ലെങ്കിൽ, നീ ഒരിക്കലും സ്തോത്രം അവിടെ വിട്ട് മാറത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവന്ന് ചിലതി കൂടിക്ക് കടത്തിവിട്ട് നിന്നോടുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ നിറവേറ്റുക എന്നത് ദൈവ പദ്ധതി ആയിരിക്കുമ്പോ നിന്നെ അണയ്ക്കേണ്ടവർ നിന്നെ ശാസിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിന്നെ അടുത്ത് നിർത്തേണ്ടവർ നിന്നെ വെറുക്കുവാനായിട്ട് ഇടയായിത്തീരും. നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വാക്കുകൾ മറ്റുള്ളവരെ നിന്ന് കേൾക്കേണ്ടി വരും. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ഇതൊക്കെ എന്തോ നിന്റെ മുന്നോടിയാ. നിന്നെ പകച്ചവരുടെ നിന്റെ മേൽ തന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കരണത്തിന്റെ മുന്നോടി എത്ര സ്തോത്രം. ഈ പൽക്കാലം സ്തോത്രം, നിന്റെ സ്വപ്നം വലുതായിരിക്കാം, നിന്റെ ദർശനം വലുതായിരിക്കാം സ്തോത്രം. പക്ഷെ നീ കടന്നു പോകുന്നത് അതിന് വിപരീതമായി ചില സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം. അത് നീ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത അനുഭവത്തിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്ന സ്തോത്രം. ചില ശാസനയും വെറുപ്പും പകയും ഹല്ലേലൂയ ദേഷ്യവും അനുഭവിച്ചു നിൽക്കുന്ന ദൈവ പൈതലേ, ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ ആര് ദേഷിച്ചോ, ആര് പകച്ചോ, ആര് വെറുത്തോ, അവർക്ക് സ്തോത്രം നിന്നെ ഒരു അനുഗ്രഹമായി ദൈവം നിർത്തും, ദൈവീയ കരുതലായി വെളിപ്പെടുത്തും. ഇന്നത്തെ നിന്റെ അവസ്ഥകൾ മാറും, ഇന്നത്തെ നിന്റെ സാഹചര്യങ്ങൾ മാറും, ഇന്നത്തെ നിന്റെ പരാജയങ്ങൾ മാറ്റുന്ന ഒരു ദൈവിക കരം. ഹല്ലേലൂയ. ഇന്നത്തെ അവസ്ഥ നോക്കിക്കൊണ്ട് നീ ഒന്നും വിധി എഴുതണ്ട. ഇതാണല്ലോ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചെന്ന് പറഞ്ഞ് നീ വിധി എഴുതണ്ട സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ മാറ്റുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ കരം. ഇന്ന് നീ അനുഭവിച്ച വേദനകൾക്ക് സ്തോത്രം മറുപടിയുമായി നിർത്തുന്ന ഒരു ദിനമുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നീ ഇന്ന് അനുഭവിക്കുന്ന ചിലതൊക്കെയും സ്തോത്രം ചിലരുടെ രക്ഷയ്ക്കാ സ്തോത്രം. ചില വില കൊടുത്തില്ലേ സ്തോത്രം. ചില വേദനകൾ നീ അനുഭവിക്കേണ്ടി വന്നില്ലേ സ്തോത്രം. ചില സാഹചര്യം നിങ്ങൾ കരയേണ്ടി വന്നില്ലേ സ്തോത്രം. പ്രിയ ദൈവപൈതലേ, നീ സന്തോഷിക്കുവാനായിട്ടിടയായിത്തീരും. ഞാൻ ഇതൊക്കെയും അനുഭവിച്ചത് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നല്ലോ, എൻ്റെ ദേശങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന നാളുകൾ സ്തോത്രം നിന്റെ മുമ്പാകെ ഉണ്ടാകുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പാൽക്കാലം നീ വിശ്വസിക്കുക സ്തോത്രം. നിന്നെ പകയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പാകെ ദൈവിക കരുതലുമായിട്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തി മാനിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ പകയ്ക്കുകയും ശാസിക്കുകയും ചെയ്തവരുടെ മുമ്പാകെ അപ്പോൾ അവരുടെ കരുതലിനായിട്ട് ദൈവം ഇവരെ കണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ചില വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ, ചില പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് കർത്താവ് ഇതത്. പക്ഷേ ചിലരുടെ ജീവരക്ഷയ്ക്കായിട്ട് കരുതൻ്റെ കരവുമായിട്ട് എൻ്റെ കർത്താവ് പ്രിയ മക്കളെ നിർത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്ര കർത്താവേ. ഈ വചനം അവരെ ഉറപ്പിക്കണമേ. ഇതേ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, സമ്മർദ്ദത്തിൻ്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ കടന്നു പോകുന്ന മക്കളോട് ദൈവം ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ആഴമേറിയ സംസാര കർത്താവ് സ്പർശനം ഈ പൽക്കൽ ഇവരെ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുക. മുറ്റുമായി ദൈവചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.